നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. മെക്7 ഹെൽത്ത് ക്ലബ്ബ് കോട്ടക്കൽ യൂണിറ്റ് രാജാസ് സ്കൂളിൽ ട്രയൽ റണ്ണിന് തുടക്കം കുറിച്ചു. രാവിലെ 6:05 ആരംഭിച്ച വ്യായാമത്തിന് ചീഫ് ട്രെയിനർ മുഹമ്മദ് സയ്യിദ് നേതൃത്വം നൽകി. അതേപോലെ തന്നെ എടുത്ത ബ്രീത്ത് കംപ്ലീറ്റ് അതിന്റെ രണ്ടിരട്ടി നമ്മൾ എടുക്കാൻ ഉപയോഗിച്ച രണ്ടിരട്ടി സമയം വെച്ചിട്ട് വേണം അതൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഡീപ് ബ്രീത്തിൽ വരുന്നത് സൈഡ് ബെൻഡ് എന്ന് പറഞ്ഞ എക്സസൈസ്. അതായത് നമ്മൾ ബോഡി സ്ട്രൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് നിന്നിട്ട് നമ്മൾ കൈകൾ ഇങ്ങനെ കോർത്ത് വെക്കും. അങ്ങനെ കൈകൾ കോർത്ത് വെച്ചിട്ട് നമ്മൾ ബോഡി കൈകളൊക്കെ തന്നെ അതുപോലെ സ്ട്രെച്ച് ചെയ്ത് നല്ലോണം നിർത്തിയിട്ട് ഇവിടുന്ന് ഇതിങ്ങനെ കണ്ട് ബോഡി കൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചെരിച്ചിങ്ങനെ കൊണ്ടു ശരിക്കും അങ്ങനെ മുട്ട് വളയാതെ ബോഡി മാത്രം ചെരിച്ചിട്ട് നമ്മൾ ഈ മടമ്പിൻ്റെ ഭാഗത്തേക്ക് നോട്ടെത്തിക്കുക. ഇങ്ങനെ നമ്മൾ കൈ അങ്ങോട്ട് ആ സൈഡിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിത് കംപ്ലീറ്റ് ബ്രീത്ത് എടുക്കും. അടിവയർ മുതൽ നല്ലോണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ ഈ തണുപ്പും മഴയും അതൊക്കെ അവഗണിച്ചുകൊണ്ടിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ ഒത്തുചേർന്ന് നിങ്ങളുടെ സ്വന്തം ശരീര ഇച്ഛകളെ മാറ്റി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അത് തുടർന്നും മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഇന്ന് തുടക്കമാവണം, എൻ്റെ ആ ഒരു അവസാനമാകുന്നത് ഞാൻ ആരോട് ഇങ്ങനെ 1-2 ദിവസം വന്നിട്ട് അത് നിർത്തി വരവിക്കുന്ന പരിപാടിയാകരുത്. ഓരോരുത്തരും മറ്റ് നമ്മളെ കൂട്ടത്തിലുള്ള ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും എത്തിക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനും ഈ നാട്ടിനെയും ഈ രാജ്യത്തിനെയും തന്നെ എത്തിക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാവട്ടെ. ഞങ്ങൾ 3 ആൾ ഇവർ പുതുപ്പറമ്പെന്നാണ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇത് ഞങ്ങൾക്കൊരു ആവേശം, ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തരാം, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ തരാം. ഒന്ന് മുകളിൽ നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുന്നു, 2 നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ നമ്മളിന്ന് തുടക്കത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരുപാട് പുതിയതായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ടാവും. ജമ്പിങ് ജാക്സ് നമ്മൾ ഓരോരോ വട്ടം 15 വട്ടം വെച്ചിട്ടാണ് ചെയ്യാം. ചിലപ്പോൾ അത് 5 വട്ടം കഴിയുമ്പോൾ തന്നെ ചില ആളുകൾ ക്ഷീണിതരാകും. അപ്പോൾ മറ്റവരെ അവരെന്തെങ്കിലും ചിന്തിക്കുക കരുതിയിട്ട് വീണ്ടും അതിന് കാണാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നമ്മളെ ശരീരത്തിന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവനവനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ചിലർക്ക് നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽക്കിങ്ങനെ ചിലർക്ക് മുട്ടില്ല, ചിലർക്ക് ഇത്രയൊക്കെ പോകും. അപ്പോൾ അത് പ്രശ്നമാക്കുന്നത് അവനവനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും കുറെ കയ്യോ കാലോ ഇട്ട് പൊക്കി ചാടി തിരിഞ്ഞ് വണ്ടി പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അപകടം ചെയ്യും. നമ്മൾ പറയുന്ന ആ രീതി കറക്റ്റ് അത് നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടാകും. പല കാര്യങ്ങളും നമ്മൾ ഓരോന്നും വളരെ വ്യക്തമായി പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് മാക്സിമം അതിനോട് നീതി പുലർത്തി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അപ്പം ഇൻസ്ട്രക്ഷൻസ് ശരിയായിട്ട് മനസ്സിലാകാത്ത ചോദിക്കുക കറക്റ്റായിട്ട് പറഞ്ഞു. മെക്7 ഹെൽത്ത് ക്ലബ്ബ് കോർഡിനേറ്റർമാരായ അലവിക്കുട്ടി പുതുപ്പറമ്പ്, ഇസ്മായിൽ പുതുപ്പറമ്പ്, അബ്ദുൽ ലത്തീഫ് പറമ്പിലങ്ങാടി എന്നിവർ സംബന്ധിച്ചു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കലിൽ നിന്നും തുടക്കം കുറിച്ച ഈ വ്യായാമ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലും ഗൾഫ് രാജ്യങ്ങളിലും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. എയറോബിക്, സിമ്പിൾ എക്സസൈസ്, യോഗ, ഡീപ് ബ്രീത്തിംഗ്, അക്യുപ്രഷർ, മെഡിറ്റേഷൻ, ഫേസ് മസാജ് തുടങ്ങിയ 21 തരം വ്യായാമങ്ങൾ അടങ്ങിയതാണ് ഇതിലെ വ്യായാമ മുറകൾ. ജാതി, മത, രാഷ്ട്രീയ സംഘടന, പ്രായവ്യത്യാസമില്ലാതെ ആർക്കും ഈ സൗജന്യ പ്രഭാത വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. താല്പര്യമുള്ളവർ എല്ലാ ദിവസവും രാവിലെ 6-ന് രാജാസ് സ്കൂളിൽ എത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പോപ്പുലർ ന്യൂസ്, കോട്ടയ്ക്കൽ.